നിങ്ങളുടെ വരുമാനത്തിൽ കുറവുണ്ടോ? പല ആളുകളും പറയാറുണ്ട്, ഉസ്താദേ വരുമാനം ഒന്നിനും തികയണില്ല, ഒരു അത്യാവശ്യ കാര്യത്തിന് പോലും തികയാത്ത അവസ്ഥയാണ്, അല്ലെങ്കിൽ മൊത്തത്തിൽ വരുമാനത്തിലൊരു ബറക്കത്തില്ല. ഞാൻ നിങ്ങൾക്ക് അതിവിശിഷ്ടമായൊരു സൂറത്ത് പഠിപ്പിച്ചു തരാം. നമ്മളീ പറയുന്നത് പോലെ 11 ദിവസം ഈ സൂറത്ത് കൊണ്ടുള്ള അമല് ചെയ്താൽ തീർച്ചയായും വരുമാനത്തിൽ അള്ളാഹു വർധനവ് തരും. നിങ്ങളുടെ വരുമാനത്തിൽ ബറക്കത്ത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. മാത്രമല്ല ഈ സൂറത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ലൈഫ് മുഴുവൻ സന്തോഷം കൊണ്ട് നിറയും. എന്തിനേറെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ചൊരു സൂറത്താണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ച അത്ഭുതം നിറഞ്ഞ സൂറത്ത്. ആ സൂറത്ത് സന്തോഷത്തോടുകൂടെ നമ്മളൊന്ന് പാരായണം ചെയ്താൽ നമ്മുടെ ജീവിതത്തിലും ആ സന്തോഷം ഇറങ്ങി വരും. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അവൻ തീർത്തു തരട്ടെ. നല്ല ലൈഫ് ലോങ് ഹാപ്പി ആയിരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. വരുമാന പ്രശ്നം പലരും പറഞ്ഞിട്ടുണ്ട്, വരുമാനത്തിൽ ബറക്കത്തില്ല, ജീവിതത്തിൽ ബറക്കത്തില്ല. ഇന്ന് ഇൻഷാ അല്ലാഹ് ഇതിനൊക്കെ പരിഹാരം നേടിത്തരുന്ന അതിവിശിഷ്ടമായൊരു സൂറത്ത് നമുക്ക് പഠിക്കാം. പരിശുദ്ധ ഖുർആനിലെ 93-ാമത്തെ അധ്യായമാണത്. ചെറിയ സൂറത്ത് ഏതാണെന്ന് നമുക്ക് പരിചയം ഉണ്ടാകും, പക്ഷേ അതുകൊണ്ട് ഇങ്ങനെ ഒരു അമല് നമുക്കറിയാതെ പോയിട്ടുണ്ട്. അതുകൊണ്ട് ആ സൂറത്തും പഠിക്കണം, ആ അമലും പഠിക്കണം. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ദുഹാ. സുബ്ഹാനക യാ റബ്ബ്. ദുഹാ സൂറത്ത് ഞങ്ങൾ ഓതാറുണ്ട് ഉസ്താദെ. ഈ പറയും പോലെ നിങ്ങളൊന്ന് ഓതി നോക്ക്, നിങ്ങളുടെ ജീവിതത്തിലുടനീളം അള്ളാഹു ബറക്കത്ത് തരും. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിച്ച സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഈ സൂറത്ത് ഇറങ്ങി ഇത് ഓതിക്കഴിഞ്ഞപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂറത്തുൽ ദുഹ ഓതിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറയൽ പ്രത്യേകം സുന്നത്താണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് യഥാർത്ഥത്തിൽ സൂറത്തുൽ ദുഹ എന്ന് പറയുന്നത്. നമുക്കൊരു തവണ ആദ്യം വെറുതെ ഒന്ന് ഓതാം, എന്നിട്ടതിൻ്റെ മഹത്വങ്ങളൊന്ന് പഠിക്കാം. വരുമാനത്തിന് വേണ്ടി എങ്ങനെയാണ് അമൽ ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. سبحان الله صدق الله العظيم. സൂറത്തുൽ ദുഹ വല്ലാത്തൊരു അത്ഭുതമാണ് അല്ലേ? യഥാർത്ഥത്തിൽ നമ്മൾ ദിവസം പാരായണം ചെയ്യേണ്ട, എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ട സൂറത്തുകളിൽ പെട്ടതാണ് സൂറത്തുൽ ദുഹ. അപ്പോൾ ഇനി മുതൽ ഡെയിലി നമ്മൾ യാസീൻ, വാഖിയ, തബാറക്കയൊക്കെ ഓതുന്ന കൂട്ടത്തിൽ ഒരു സൂറത്തും കൂടെ ചേർത്ത് കൊടുക്കണം. അതാണ് സൂറത്തുൽ ദുഹ. ഇതിങ്ങനെ ഡെയിലി ഒരു തവണയെങ്കിലും നമ്മൾ പതിവാക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ സന്തോഷം നിറച്ചു തരുമെന്ന് അള്ളാഹുവിൻ്റെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല സൂറത്തുൽ ദുഹ പതിവാക്കുന്നൊരു മനുഷ്യന് നന്ദിയുള്ള ഹൃദയം ഉണ്ടാവും. അള്ളാഹിനോട് നന്ദിയുള്ള ഹൃദയമാകുമ്പോൾ ഖൽബിൻ്റെ അകത്ത് കാരുണ്യം ഉണ്ടാവും. അള്ളാഹിനോട് നന്ദിയുള്ളവൻ ഭർത്താവിനോട് നന്ദിയുള്ളവനായിരിക്കും, ഭാര്യയോട് നന്ദിയുള്ളവളായിരിക്കും. അവളിങ്ങനെ ഭക്ഷണമൊക്കെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ച് തരുമ്പോൾ നന്ദിയോടെ സ്നേഹത്തോടെ അവളെ നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറയണ ഭർത്താവായി മാറും. അപ്പോൾ അങ്ങനെ ഖൽബിൽ നന്ദി ലഭിക്കാൻ, അള്ളാഹുവിനോട് അവൻ്റെ സൃഷ്ടികളോട് നന്ദിയുള്ള അടിമയായി മാറാൻ സൂറത്തുൽ ദുഹ പതിവാക്കുന്നവരായാൽ മതി. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്
നമുക്ക് അല്ലാഹു റബ്ബുൽ ആലമീൻ നിഅമത്ത് വർദ്ധിപ്പിച്ചു തരും. പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും, നിങ്ങൾ നന്ദി ചെയ്താൽ നിങ്ങൾക്ക് അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് നന്ദിയുള്ള, നിസ്കരിക്കുന്ന, നോമ്പ് പിടിക്കുന്ന, സക്കാത്ത് കൊടുക്കുന്ന, അമലുകൾ കൃത്യമായി ചെയ്യുന്ന, നന്ദിബോധമുള്ള ഒരു അടിമയാകാനായിട്ട് സൂറത്തുൽ ദുഹാ മതി. അങ്ങനെ നന്ദിബോധമുള്ള ഒരു അടിമയായി മാറുമ്പോൾ നമ്മളറിയാതെ നമുക്കിങ്ങനെ അനുഗ്രഹങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്ത് സന്തോഷമായിരിക്കും ജീവിതത്തിൽ. നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ തരും. ഇനി നാലാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നഷ്ടങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് കാവല് തരും. തൊഴിലുകളിലാകട്ടെ ജീവിതത്തിലാകട്ടെ അള്ളാഹു നഷ്ടത്തിൽ നിന്ന് നമ്മളെ കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ്. അഞ്ചാമത്തേത്, കള്ളന്മാരുടെ ഉപദ്രവം. നമ്മുടെ വീടും മറ്റു ചുറ്റുപാടും ഇല്ലേ, നമ്മുടെ മക്കളും എല്ലാവർക്കും കാവൽ വേണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കള്ളന്മാരിൽ നിന്ന്, അതുപോലെ തന്നെ ഉപദ്രവം ഉണ്ടാക്കുന്നവരുടെ ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഈ സൂറത്തുൽ ദുഹാ കൊണ്ട് കാവലാണ്. ഏറ്റവും വലിയ കള്ളൻ നമ്മുടെ ഈമാനും കൊണ്ടുപോകുന്ന കള്ളനാണ്. അതാരാണ്? അത് ശൈത്താനാണ്. അത് മനുഷ്യന്മാരിലുമുണ്ട്, ജിന്നുകളിലുണ്ട്. ശയാത്തീനൽ ഇൻസി വൽ ജിന്ന് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിശാചുക്കൾ മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട്. അപ്പോൾ ഈ പിശാചുക്കളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാൻ തട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും വലിയ കള്ളന്മാർ. ആ കള്ളന്മാരുടെ ഉപദ്രവത്തിൽ നിന്നടക്കം സൂറത്തുൽ ദുഹാ പതിവാക്കുന്നവർക്ക് അള്ളാഹു കാവൽ തരും എന്നുള്ളതാണ്. ഇനി ആറാമത്തേത്, ഒരായഖഉഫി ബൈതിഹി ഫസാദുൻ, വീട്ടിൽ കുഴപ്പങ്ങളുണ്ടാവില്ലെന്നേ. എൻ്റെ ഒരു ഉസ്താദേ വീട്ടിലേക്ക് കയറാൻ തോന്നണില്ല. യഥാർത്ഥത്തിൽ അറബിയിൽ വീടിന് പറയുന്ന പേരെന്താണെന്നറിയോ? മസ്കൻ എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാൽ സുക്കൂനുള്ള ഇടം. സുക്കൂൻ എന്ന് പറഞ്ഞാൽ നമ്മളെ സുക്കൂനല്ല, സുക്കൂൻ സമാധാനമുള്ള സ്ഥലം എന്നാണ്. സമാധാനമുള്ള സ്ഥലം വീടുണ്ടാക്കിയിട്ട് ഇന്ന് വരെ എനിക്ക് സമാധാനം കിട്ടിയിട്ടില്ല, അല്ലേ? നമ്മുടെ കുഴപ്പം കൊണ്ടാണോ? നമ്മുടെ കുഴപ്പം കൊണ്ടാണോ, അല്ലെങ്കിൽ അള്ളാഹ് പറഞ്ഞതിൻ്റെ കുഴപ്പമാണോ? നമ്മുടെ കുഴപ്പമാണ്, അല്ലേ? അതുപോലെ തന്നെ കാണാം ഖുർആനിൽ, കല്യാണം എന്തിനാ? ലി തസ്കുനു ഇലൈഹ എന്നാണ് ഖുർആൻ പറഞ്ഞത്. സമാധാനം കിട്ടാനാണ് കല്യാണം. ഇന്ന് വരെ കല്യാണം കഴിച്ചിട്ട് സമാധാനം കിട്ടിയ എത്ര പേരുണ്ട്? പുറത്ത് പറയണ്ട, രഹസ്യമായിട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ സമാധാനം കിട്ടാൻ, കുടുംബത്തിൽ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ, വീട്ടിൽ അള്ളാഹുവിൻ്റെ കാവൽ ലഭിക്കാൻ. എപ്പോഴും പ്രശ്നമാണ്. കെട്ടിയവനും ഭാര്യയും തമ്മിൽ പ്രശ്നം, മക്കളും മാതാപിതാക്കളും തമ്മിൽ പ്രശ്നം, അമ്മായിയമ്മയും മരുമോളും തമ്മിൽ പ്രശ്നം, നാത്തൂനും തമ്മിൽ പ്രശ്നം. ഇതിൻ്റെ ഇടയിൽ പാവം ഭർത്താവ് ഇങ്ങനെ 2 വഞ്ചിയിൽ കാലുകുത്തിയ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്, അല്ലേ? അപ്പം അങ്ങനെ നമ്മൾ നന്നാവണോട്ടോ, വെറുതെ സൂറത്ത് ഓതിക്കൊണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല. നമ്മൾ നന്നാകാൻ പരിശ്രമിക്കുന്നതോടൊപ്പം ഈ സൂറത്ത് പതിവാക്കുന്നവരുടെ വീടുകളിൽ അള്ളാഹു അങ്ങനെ ഒരു സുരക്ഷിതത്വം തരും എന്നുള്ളതാണ്. ഏഴാമത്തേത്, വബാ ത്വാഉൻ, അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധികളുണ്ടല്ലോ, പകർച്ചവ്യാധികൾ, മാരക രോഗങ്ങൾ, ക്യാൻസർ അടക്കമുള്ള മാരക രോഗങ്ങൾ, അല്ലാഹു റബ്ബുൽ ആലമീൻ അതിൽ നിന്നൊക്കെ നമുക്ക് കാവൽ തരാൻ ഈ സൂറത്ത് പതിവാക്കിയാൽ മതി എന്നുള്ളതാണ്. ഇനി എട്ടാമത്തേത്, വീടിന് ചുറ്റും അള്ളാഹു ഒരു ഉരുക്ക് കോട്ട അങ്ങ് തീർക്കും. വീടിന് ചുറ്റും ഒരു കോട്ട, ശത്രുക്കൾ കയറില്ല, സിഹർ, കണ്ണേർ, ഇതിൽ നിന്നൊക്കെ കാവലാണ്. മാത്രമല്ല ഏറ്റവും വലിയ ശത്രുവായ പിശാചിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് പോലും ഈ കോട്ട ഭേദിച്ചവന് കടക്കാൻ പറ്റില്ല, അതിൽ നിന്ന് പോലും കാവലാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഇപ്പോൾ സൂറത്തുൽ ദുഹാ എത്ര ചെറിയ സൂറത്താണ്, നമുക്കൊന്ന് പതിവാക്കിക്കൂടെ, അല്ലേ? ഇനി നമ്മൾ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. വരുമാനം ഭയങ്കര പ്രശ്നമാണ് ഉസ്താദേ, വരുമാനമില്ല ഉസ്താദേ, ആകെ ഇടങ്ങേറാണ് ഉസ്താദേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ വരുമാനം ഇല്ലെങ്കിൽ പല ആളുകൾ എന്ത് സംഭവിക്കും? മാനസികമായിട്ട് തകരും. മുഖത്തോട്ട് നോക്കിയാൽ തന്നെ ഒരു സന്തോഷം ഫീൽ ചെയ്യൂല. ഇപ്പോഴിങ്ങനെ സങ്കടപ്പെട്ട് ടെൻഷൻ അടിച്ചിരിക്കും. എടാ എന്താ പറ്റിയേ? ഒന്നുമില്ലടാ, ആകെ ടെൻഷനാണ്, ഇടങ്ങേറാണ്, വല്ലാത്തൊരു പ്രയാസമാണ്. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവിനെ വിളിക്കുമ്പോൾ തന്നെ ഒന്ന് പോയി നടന്നിട്ട് 24 മണിക്കൂർ മനുഷ്യൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നത് ഈ ജോലി സംബന്ധിയായി, വരുമാന സംബന്ധിയായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ടെൻഷൻ അടിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് സാധാരണഗതിയിൽ. അപ്പോൾ അങ്ങനെ ഒരു സംഗതി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വരുമാനത്തിൽ ബർക്കത്ത് വേണമെന്ന കൊതി നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് പറഞ്ഞേ. വരുമാനത്തിൽ ബർക്കത്ത് വേണോ? വേണം. അൽഹംദുലില്ലാ, അള്ളാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഫർള് നിസ്കാര ശേഷം, ഫർള് നിസ്കാരം സുബഹ്, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ, ഈ നിസ്കാര ശേഷം ചൊല്ലേണ്ടതൊക്കെ എല്ലാം ചൊല്ലിയിട്ട് 17 തവണ എന്തോന്നണം? സൂറത്തുൽ ദുഹാ. സുബഹ് കഴിഞ്ഞിട്ട് 17, ളുഹർ കഴിഞ്ഞിട്ട് 17, അങ്ങനെ 5 വക്ത് നിസ്കാര ശേഷം ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് 17 തവണ സൂറത്തുൽ ദുഹാ പാരായണം ചെയ്യാം. അതിൻ്റെ കൃത്യമായ നിബന്ധനകളൊക്കെ പാലിക്കണം കേട്ടോ. ഒളു മുറിയാതെ, ഖിബിലക്ക് അഭിമുഖമായിരുന്ന്, വിസ്മയോടുകൂടെ, അക്ഷരത്തെറ്റില്ലാതെ നല്ല നിലക്ക് പാരായണം ചെയ്യണം. ഒരു കോൺഫിഡൻസോടുകൂടെ, എൻ്റെ റബ്ബ് എന്നെ കൈവിടൂല, എൻ്റെ റബ്ബ് എനിക്കെല്ലാം തരും എന്നുള്ള ഉറച്ച ബോധ്യത്തോടുകൂടെ തന്നെ പാരായണം ചെയ്യണം. എത്ര ദിവസം? 11 ദിവസം മുടങ്ങാതെ ചെയ്യുക. 5 വക്ത് നിസ്കാരത്തിലും. നിസ്കാരം മുടക്കിയാൽ തന്നെ ആകെ പോയി, അല്ലേ? 5 വക്ത് നിസ്കാരത്തിന് ശേഷം ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ആ ഒരു കോൺഫിഡൻസ്, എൻ്റെ റബ്ബ് എനിക്ക് തരും, അവൻ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ ചൊല്ലിക്കോ. 11 ദിവസമാകുമ്പോൾ തന്നെ വരുമാനത്തിൽ അതിൻ്റെ വ്യത്യാസം മാറി തുടങ്ങും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് നിർത്തണ്ട, കഴിയുമെങ്കിൽ 11-നെക്കാളേറെ തുടർന്ന് പോകാം, 11എങ്കിലും മിനിമം ചെയ്യണമെന്ന് ഉണർത്തുകയാണ്.
അള്ളാഹു നമ്മുടെ വരുമാനത്തിൽ ബർക്കത്ത് ചെയ്ത് തരട്ടെ. ഇനി 10ാമത്തെ ഒരു പ്രത്യേകത, കച്ചവടത്തിൽ ബർക്കത്ത് കിട്ടാൻ. ഒന്നും വിറ്റ് പോണില്ല, കച്ചവടത്തിൽ ഒരു ബർക്കത്ത് കിട്ടാൻ, ജോലിക്കയറ്റം ലഭിക്കാനൊക്കെ ആയിട്ട് ഇല്ലേ, കച്ചവട സ്ഥാപനത്തിൽ ബർക്കത്ത് കിട്ടാനൊക്കെ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഓതേണ്ടതൊക്കെ ഓതിയിട്ട് അല്ലെങ്കിൽ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് 40 തവണ സൂറത്തുൽ ദുഹ പാരായണം ചെയ്യുക. എത്ര തവണ? 40 തവണ. എന്നിട്ട് ബിസ്മിയോടുകൂടെ വേണം കേട്ടോ. ഓരോ ദുഹ ഓതുമ്പോഴും ബിസ്മി ഒരു തവണ നമ്മൾ ചൊല്ലിയില്ല എന്ന് കരുതി ചൊല്ലാതിരിക്കരുത്. അതിൻ്റെ മര്യാദയിൽപ്പെട്ടതാണ്. ഓരോ തവണ ദുഹ ഓതുമ്പോഴും ബിസ്മി ചൊല്ലി ഓതുക. ഖിബിലക്ക് അഭിമുഖമായിരിക്കുക, വേറെ പണിക്കൊന്നും ഇടയിൽ പോകാതിരിക്കുക ഇല്ലേ. അതിന് വേണ്ടിയിട്ട് സമയം കണ്ടെത്തുക, തിരക്ക് പിടിച്ച സമയത്ത് ചെയ്യണ്ട കേട്ടോ. അപ്പോൾ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് 40 തവണ ഇത് ഓതുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇത് ഒരു തവണ ചെയ്താൽ മതി. എന്നിട്ട് ബാക്കി ഇത് ഓതി നിങ്ങൾ അള്ളാഹിനോട് ദ്വാരുന്നാൽ മതി. ഈ പറയുന്ന കാര്യം ഒരു തവണ ചെയ്യുക. എങ്ങനെ? 40 തവണ ഓതി ഒരു ഗ്ലാസ്സിലേക്ക് മന്ത്രിച്ചിട്ട് ആ വെള്ളം കച്ചവട സ്ഥാപനത്തിൽ അല്പം ഒന്ന് തളിച്ചു കൊടുക്കുക. ഒരു പ്രത്യേക ബറക്കത്ത് അവിടെ ഉണ്ടാവും. ഇനി കച്ചവട സാധനങ്ങളിലേക്കാണെങ്കിൽ വെള്ളം നനഞ്ഞാൽ പോവെങ്കിൽ അവിടെ ഒന്നും ചെയ്യരുത് കേട്ടോ. വെള്ളം നനയതുകൊണ്ട് പ്രശ്നമില്ലാത്തതിലൊക്കെ ചെറുതായിട്ട് വെറുതെ ഒന്ന് ബറക്കത്തിന് ഇത്തിരി ഒന്ന് തളിച്ചു കൊടുക്കാം. ബാക്കി നിങ്ങൾക്ക് കുടിക്കാം. ഓക്കെ. വന്നിട്ട് എന്ത് ചെയ്യുക? ഒരു 11 ദിവസം തുടർച്ചയായിട്ട് 40 തവണ ഇതിങ്ങനെ ഓതിക്കൊണ്ടേയിരിക്കുക. സുബ്ഹാനല്ലാഹ്. മന്ത്രിക്കുന്നത് ഈ പറയുന്നത് പോലെ മന്ത്രിച്ച് കുടിക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഈ തളിക്കുന്നത് ഒരു ദിവസം ചെയ്താൽ മതി. അങ്ങനെ ഒരു 11 ദിവസം തുടർച്ചയായിട്ട് ചെയ്യാൻ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം. ഇനി 11ാമത്തേത്, പിണക്കം മാറാൻ. പിണക്കം വലിയ വിഷയം തന്നെയാണ്. എന്തെല്ലാം അമൽ ചെയ്താലും ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ പിണങ്ങി നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ ആ അമലൊന്നും അല്ലാഹ്ക്ക് വേണ്ട. എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ പിണക്കം മാറണം. ചില ആളുകൾ പിണക്കം മാറാൻ ഉദ്ദേശിച്ച് നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും. ഭർത്താവിനെ വളയ്ക്കാൻ നോക്കുന്നുണ്ടാവും, ഭാര്യയെ വളയ്ക്കാൻ നോക്കുന്നുണ്ടാവും, അമ്മായിയമ്മയൊന്ന് വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനൊക്കെ നോക്കുന്നുണ്ടാവും. പക്ഷെ അമ്മായിയമ്മ വളയണില്ല. അപ്പോൾ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നതോടൊപ്പം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഖിബിലക്ക് അഭിമുഖമായിരുന്ന് വുളുവോടുകൂടെ സൂറത്തുൽ ദുഹ ഒരു 11 തവണ ബിസ്മിയോടുകൂടി തന്നെ ചൊല്ലണം. എത്ര ദിവസം? 21 ദിവസം അതിങ്ങനെ തുടരെയായിട്ട് ചൊല്ലുക. പിന്നെ ഇത് ഓതിക്കഴിഞ്ഞിട്ട് അള്ളാഹിനോട് ദ്വാരക്കുക. പേര് പറഞ്ഞുകൊണ്ട് ദ്വാരുന്ന അത്രയും നല്ലത്. പഠിച്ചവൻ എൻ്റെ അമ്മായിയമ്മ ഇന്നാലിന്ന ആൾ ഇല്ലേ, ഒന്ന് കൽബൊന്ന് എന്നിലേക്ക് അടുത്ത് കിട്ടാൻ ഞാനിതാ ഈ സൂറത്തുൽ ദുഹ ഓതിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ് ഇല്ലേ. ഓതുന്ന സമയത്ത് ഇതിങ്ങനെ ഓതുന്ന സമയത്ത് നമുക്ക് വീട്ടിൽ സുഗന്ധം പോയക്കൽ നല്ലതാണെന്നാണ് സൂറത്തുൽ ദുഹ ഇങ്ങനെ ഓതുമ്പോഴേ. ഇത് മഗ്‌രിബിൻ്റെ ശേഷമായ പിന്നെ എന്തായാലും നമ്മൾ വീട്ടിലിത്തിരി ചന്ദനത്തിരിയോ അല്ലെങ്കിൽ ഇതൊക്കെ പോക്കുമല്ലോ. വളരെ നല്ലതാണ്. നല്ല സുഗന്ധമുള്ളിടത്ത് പിശാചിൻ്റെ സാന്നിധ്യം ഉണ്ടാവില്ല എന്നാണ്. നല്ല സുഗന്ധമായിരിക്കണം. അതൊരു പ്രത്യേക ബറക്കത്ത് തന്നെയാണ്. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആ സുഗന്ധം പോയിക്കുന്നതിനിടയിൽ നല്ല രീതിയിൽ ഈ പറയുന്നത് പോലെ 11 തവണ 21 ദിവസം പതിവാക്കിയാൽ ആ ബന്ധങ്ങളിലൊക്കെ വല്ലാത്ത ബറക്കത്ത് ഉണ്ടാകും എന്നുള്ളതാണ്. ഇനി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ബറക്കത്ത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സുബ്ഹി കഴിഞ്ഞിട്ട് ഉദയ സമയത്ത് സൂര്യൻ ഉദിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് ഒരു 7 തവണ സൂറത്തുൽ ദുഹ ഓതുക. അതുപോലെ തന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ 7 തവണ സൂറത്തുൽ ദുഹ ഓതുക. ചൊല്ലണ്ടൊക്കെ ചൊല്ലിയിട്ട് ഇങ്ങനെ പതിവാക്കുന്നവരുടെ ജീവിതത്തിൽ അവർ വെറുക്കുന്നതൊന്നും ഉണ്ടാവില്ല. വല്ലാത്ത ബറക്കത്ത് അവർക്ക് ആസ്വദിക്കാൻ പറ്റും. ഇനി ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക, ഇതൊന്നും നമുക്ക് അധികം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഡെയിലി ഒരു തവണയെങ്കിലും വരുമാനം വേണ്ടവരൊക്കെ അത് ചെയ്യണം കേട്ടോ. അതല്ല, അതൊരു പ്രത്യേക ബറക്കത്ത് നിങ്ങൾക്ക് ആസ്വദിക്കണം. അള്ളാഹുവിൽ നിന്ന് സമാധാനം അനുഭവിക്കണം, ജീവിതത്തിൽ സന്തോഷം നിറയണം. ഡെയിലി ഒരു തവണയെങ്കിലും സൂറത്തുൽ ദുഹ പതിവാക്കാത്തൊരു ദിവസം നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, റബീഉൽ അവ്വലാണ് കടന്നു വരുന്നത്. 1500ാമത്തെ നബിദിനാണ് അഷ്റഫുൽ ഖൽഖിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലേ. നമുക്ക് മനോഹരമായിട്ട് അടിപൊളിയാക്കണ്ടേ? അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി. മുത്തുനബിയെ നമുക്ക് അവിടുത്തെ ജന്മദിനത്തെ നമുക്ക് സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വഭാവുൽ ഖൈറിൻ്റെ വക ഒരു കോടി സ്വലാത്ത് നമുക്ക് ചൊല്ലിയാലോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? 1 കോടി. റബീഉൽ അവ്വൽ 12ൻ്റെ അന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ സമ്മാനം കൊടുക്കണം. മുത്തുനബിയുടെ നോട്ടം നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പല്ലേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 1 കോടി സ്വലാത്ത്. അപ്പോൾ കഴിയുന്നത്ര സ്വലാത്തുകൾ നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഇൻഷാ അല്ലാഹ് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യാം. നിങ്ങൾ കഴിയുന്നത്ര ചൊല്ലിക്കോളൂ. ലാസ്റ്റ് റബീഉൽ അവ്വലിനോട് അടുക്കുന്ന സമയത്ത് നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ എണ്ണം അറിയിച്ചാൽ മതി. 1 കോടി സ്വലാത്ത് നമുക്ക് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ഹദിയ ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഏറ്റവും കൂടുതൽ സ്വലാത്ത് കഴിഞ്ഞ തവണ ചൊല്ലിയവർക്ക് നമ്മൾ എന്താ കൊടുത്തത്? ഗോൾഡ് കോയിനാണ് കൊടുത്തത്. ഇത്തവണ നമുക്ക് അതുപോലെ എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഈ
ഈ ഗോൾഡ് കോയിന് വേണ്ടി സ്വലാത്ത് ചെല്ലരുത്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചൊല്ലുക. പിന്നെ മറ്റതൊരു പ്രോത്സാഹനമാണ്, ചൊല്ലുന്നവർക്കൊരു സന്തോഷം. അല്ലാഹു റബ്ബുൽ ആലമീൻ അതെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഇപ്പോൾ കഴിയുന്നത്ര സ്വലാത്തുകൾ ഏറ്റെടുത്ത് മനോഹരമാക്കുക. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദിനെ ഈ പുത്തൻവാദികൾ ധാരാളം എതിർത്തിട്ടും അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, അങ്ങയുടെ പ്രകീർത്തനത്തിന്, അങ്ങയുടെ സംസാരത്തെ നാമാണ് ഉയർത്തിയത് നബി എന്ന് പറഞ്ഞു. അത് ഏത് സൂറത്തിലാണെന്ന് ചോദിച്ചു അല്ലേ? ആ ആയത്ത് ഏതാണ്? വറഫഅനാ ലക ദിക്റക. ഏതാണ് ആ സൂറത്ത്? സൂറത്തുൽ ഇൻശിറാഹ്. അല്ലാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാകട്ടെ. കമൻറ്റ് ചെയ്ത എല്ലാവർക്കും അല്ലാഹു ഹൈറും ബറക്കത്തും നൽകട്ടെ. ഇന്നത്തെ ചോദ്യം, ലോകത്ത് ആദ്യത്തെ പുത്തൻവാദികൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? കമൻറ്റ് ചെയ്യുക. 1000 രൂപ അർഹരായവരിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. എല്ലാവർക്കും അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർറഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ല് സവാബ് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദദ്, നുസ്റ, നളുറ തരണേ അല്ലാഹ്. തിരുനോട്ടം നൽകണേ അല്ലാഹ്. കൈവെടിയല്ലേ അല്ലാഹ്. തങ്ങളുടെ മദദ് തരണേ അല്ലാഹ്. അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. റബീഉൽ അവ്വലിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പരിപാടി അത് ഭംഗിയാക്കാൻ, ഹബീബിൻ്റെ പേരിൽ മൗലിദുകൾ എല്ലാ ദിവസവും ചൊല്ലാൻ, എല്ലാത്തിനും ഞങ്ങൾക്ക് ഈ സ്വബാഹുൽ ഹൈർ കുടുംബത്തിന് നീ തൗഫീക്ക് നൽകണയല്ല. ഞങ്ങളുടെ വീടകം മുത്തുനബിയുടെ തിരുനോട്ടമുള്ള വീടാക്കണയല്ല. ഞങ്ങളുടെ പൊന്നുമക്കൾ മുത്തുനബിയുടെ നോട്ടത്തിലുള്ള മക്കളാക്കണയല്ല. സ്വാലിഹ്യങ്ങളാക്കണയല്ല. മക്കളില്ലാത്തവർക്ക് സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണയല്ല. ഇന്ന് ഏത് മുറാദ് വെച്ചുകൊണ്ടാണോ ഈ സദസ്സിലിരിക്കുന്നത്, ആ മുറാദുകളെല്ലാം അല്ലാഹ് ഹാസുലാക്കണേ. നീ ഹാസുലാക്കണയല്ല. എല്ലാ സങ്കടങ്ങളും നീ അകറ്റണയല്ല. റഹമുറാഹിമായ കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണയല്ല. സിഹറുകൾ, കണ്ണേറുകൾ ബാത്തുലാക്കണയല്ല. വീടില്ലാത്തവർക്ക് ഹൈറായ ഭവനം നൽകണയല്ല. പടച്ചവനെ, ഒരുപാട് അസുഖബാധിതരുണ്ട്, പരിപൂർണ്ണ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സന്താനങ്ങൾ, ഇണകൾ, സഹോദരങ്ങൾ പലരും ഖബറിലാണ്. എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണയല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിൻ്റെ ലിഖായിൽ നിൻ്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണയല്ല. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.